ഹലോ, നമസ്കാരം. ഇന്ന് വോൺ വോയിസിൽ വരാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കർണാടകയിൽ ശിരൂരി എന്ന സ്ഥലത്ത് നമ്മുടെ ഒരു സഹോദരന്, അർജുന് എന്നൊരു സഹോദരന്, ഒരു വീടിൻ്റെ അത്താണിയായിട്ടുള്ള നമ്മുടെ സഹോദരന് അർജുന് കാണാതായിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് പുരോഗമനവും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സ്ട്രെങ്ത്തും സംസാരിക്കുന്ന നമ്മളെ നാട് സാങ്കേതിക വിദ്യയിൽ എത്രത്തോളം പിറകിലാണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ്. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദിനടിയിൽ വിഗ്രഹമുണ്ടെന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രജ്ഞന്മാരും ആൾദൈവങ്ങളും ഇവരെല്ലാവരും ഉണ്ട്. അതേപോലെ മതവർഗീയത പറഞ്ഞിട്ട് അവിടെ അതായിരുന്നു ഇവിടെ അതായിരുന്നു എന്ന് പറഞ്ഞിട്ട് തമ്മിൽ തല്ലിക്കുന്ന ജനങ്ങളും വിഷജന്തുക്കളും നമ്മളെ നാട്ടിലുണ്ട്. രാഷ്ട്രീയം പറഞ്ഞിട്ട് തമ്മിൽ തല്ലിക്കുന്ന, മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. ഇത്രയും ബുദ്ധിജീവികളായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുന്നിലാണ്. ചന്ദ്രയാൻ വരെ കീഴടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ വളർന്നു എന്ന് പറഞ്ഞ് വീമ്പടിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ 6 ദിവസമായി നമ്മുടെ സഹോദരൻ ഒരു മണ്ണിൻ്റെ അടിയിലായിട്ട്. അവനൊന്ന് കണ്ടെത്താനുള്ള ഒരു സാങ്കേതിക വിദ്യ പോലും നമ്മുടെ കയ്യിലില്ലാന്ന് നമ്മൾ പറയാതെ പറയുന്നുണ്ട് ഓരോരുത്തരും മനസ്സിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് സഹോദരന്മാർ അതിന് വേണ്ടിയിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടുന്ന് പോയിട്ടുണ്ട്. നമ്മുടെ MLA MP അവർ കാര്യങ്ങൾ, സംസ്ഥാന സർക്കാർ, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എല്ലാവരും ഒരുമിച്ചിട്ട് എല്ലാ ജനങ്ങളും, കേരളത്തിലെ എല്ലാ 3.5 കോടി ജനങ്ങളും പ്രാർത്ഥിക്കുന്നത് അർജുന എന്ന നമ്മളെ സഹോദരനെ ജീവനോടെ തന്നെ തിരിച്ചു വരണേ എന്നുള്ളൊരു പ്രാർത്ഥന. മതമോ ജാതിയോ രാഷ്ട്രീയോ കക്ഷി ഭേദമന്യേ ഒരുമിക്കുന്ന ഒരു കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ ഇങ്ങനത്തെ ഒരു ദുരന്തം നമുക്കാർക്കും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാം മറന്ന് കേരളം മൊത്തം ഒരുമിച്ച് ഒരു മലയാളിക്കും വേണ്ടിയിട്ട് പിന്നാലെ അണിനിരക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഇത് വേറെയുള്ള സംസ്ഥാനങ്ങളും കാണിക്കണം. അതുപോലെ തന്നെ എത്രയെല്ലാം വീമ്പ് പറഞ്ഞാലും സാങ്കേതികത്വങ്ങളിൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ വേറെ പുരോഗമനമുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടെങ്കിലും മനുഷ്യജീവന് വില കൊടുക്കാനും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. മനുഷ്യജീവനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. കാരണം എത്രയോ ഭൂമിയുടെ അടിയിൽ നിന്നും അതേപോലെ തുരങ്കത്തു നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകൾ രക്ഷിച്ചു കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്നൊക്കെ വീമ്പ് പറയുന്ന ആളുകൾ 6 ദിവസമായി മണ്ണിനടിയിലുള്ള ഒരാളെ നമുക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം അതൊരു തോൽവി തന്നെയാണ്. അത് അംഗീകരിച്ച് ഇനിയും ഇതേപോലുള്ളൊരു ദുരന്തത്തിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്താൻ, മനുഷ്യജീവന് വില കൊടുത്തത് രക്ഷപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ രാഷ്ട്രീയ പാർട്ടികളായാലും ഭരണാധികാരികളായാലും ശ്രമിക്കണം എന്നുള്ളൊരു അപേക്ഷ മാത്രമാണുള്ളത്. അതോടുകൂടി തന്നെ എല്ലാ ആളുകളും ആ കുടുംബത്തിന് ഏത് സാഹചര്യം വന്നാലും അതിനെ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും കൂടെ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. ആ ദുഃഖത്തിൽ, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ, നാടിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരാണ്. താങ്ക് യു.